പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന തിരക്കുകൾക്കിടയിലും PhD പൂർത്തിയാക്കി ഡോക്ടറേറ്റ് നേടി KP വഹീദ. കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദയ്ക്ക് തമിഴ്നാട് അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിലാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. തന്റെ സ്വപ്നവും സ്വയം നടത്തിയ ഒരു വെല്ലുവിളിയുമായിരുന്നു ഇതെന്ന് വഹീദ വ്യക്തമാക്കി. 6 വർഷത്തെ തന്റെ അധ്വാനം സഫലമായതിന്റെ സന്തോഷത്തിലാണ് കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ഭാരിച്ച ഉത്തരവാദിത്തം, ഒപ്പം ഇരട്ട കുട്ടികളടക്കം 3 മക്കളുടെ മാതാവ് എന്ന ചുമതല, കുടുംബം, ഇതിനെല്ലാമിടയിൽ PhD എന്ന വലിയ നേട്ടത്തിന് വഹീദയുടെ ആത്മാർപ്പണത്തിന്റെ തിളക്കമുണ്ട്. തമിഴ്നാട്ടിലെ അണ്ണാമലൈ സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിലാണ് വഹീദ PhD പൂർത്തിയാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ തന്നെ PhD ലഭിച്ച സന്തോഷത്തിലാണ് വഹീദയും കുടുംബവും, ഒപ്പം പഞ്ചായത്ത് ഭരണസമിതിയും. സ്വയം ഇച്ഛാശക്തിയുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പുറകെ വരുമെന്ന് വഹീദ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിൽ നിന്ന് ഒരുപാട് കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പഠനത്തിൽ നിന്ന് 50% വനിതാ സംവരണം വന്നതോടുകൂടിയാണ് വനിതകൾ കൂടുതലും രാഷ്ട്രീയ രംഗത്തേക്ക് പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ കടന്നു വന്നത്. അതിനുശേഷം അവർക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് കൃത്യമായിട്ട് ഞാൻ പഠനം നടത്തിയത്. അവരുടെ അവയർനെസ്സുകളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിൽ കൃത്യമായി എൻ്റെ തീസീസിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കെ തന്നെ ഈ ഒരു ബഹുമതി നേടാൻ കഴിഞ്ഞതിൽ എൻ്റെ പാർട്ടിയും കുടുംബവും ഞാനും ഒക്കെ ഏറെ സന്തോഷത്തിലാണ്. എൻ്റെ സഹോദരിമാരായ വനിതകൾക്ക് പല മേഖലകളിലുള്ളവരുണ്ട്. ഇനിയും ഒരുപാട് പേര് പുറത്തേക്ക് വരാനുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ എല്ലാം കഴിയും. പാതി വഴിയിൽ പഠനം നിന്ന് പോയവർക്കും തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇച്ഛാശക്തി നമുക്ക് വേണം എന്നുള്ളതാണ്. ഞാനത് ചെയ്യും എന്നുള്ള ഒരു ഇച്ഛാശക്തിയാണ് വേണ്ടത്. അപ്പോൾ ബാക്കിയൊക്കെ താനെ വന്നുകൊള്ളും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാനതിലേക്ക് പോയത്. 6 വർഷമായി, 5 വർഷമാണ്. അതിൽ നിന്ന് പ്രസിഡൻ്റായതിൻ്റെ തിരക്കുകളൊക്കെ കൂടി ആയിട്ട് 1 വർഷം കൂടി അധികരിച്ചെടുക്കേണ്ടി വന്നു. ആ സ്ഥാനത്തിരിക്കെ തന്നെ അത് നേടാൻ കഴിഞ്ഞതിൽ ഞങ്ങളൊക്കെ വളരെയധികം സന്തോഷത്തിലാണ്. മലപ്പുറം ജില്ലയിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ മുസ്ലിം സ്ത്രീകൾ നേടിയ ശാക്തീകരണം എന്ന വിഷയത്തിലായിരുന്നു വഹീദയുടെ തീസിസ്. ഇതിനായി മലപ്പുറത്തെ വിവിധ പഞ്ചായത്തുകളിലെ സ്ത്രീ ജനപ്രതിനിധികളുമായി സംവദിച്ചു. മറ്റു പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, സ്വന്തം പഞ്ചായത്തിലെ അംഗങ്ങൾ, കുടുംബം ഒക്കെ പിന്തുണച്ചു. എല്ലാ തിരക്കുകളും കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു തീർത്തതാണ് തന്റെ വിജയത്തിന് അടിസ്ഥാനമെന്ന് വഹീദ പറയുന്നു. 6 വർഷത്തെ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കഴിഞ്ഞ 27-ാം തീയതി വ്യാഴാഴ്ച തമിഴ്നാട് ചിദംബരത്തുള്ള അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് എൻ്റെ PhD അവാർഡ് ചെയ്യപ്പെടുകയുണ്ടായി. 2018 സെപ്റ്റംബറിൽ എൻട്രൻസ് എഴുതി 2018 ഡിസംബറിൽ അവിടെ അഡ്മിഷൻ എടുത്തതാണ്. അതിനുശേഷമാണ് 2020 പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയത്. പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഒരാശങ്ക, എൻ്റെ ഈ ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുമോ എന്നുള്ളതായിരുന്നു. പാർട്ടി എന്നോട് ആ കാര്യം സൂചിപ്പിച്ചപ്പോൾ പാർട്ടിയോട് ഞാൻ പറഞ്ഞ ആകെ ഒരു പ്രതിസന്ധി ഇതായിരുന്നു. അതിലന്ന് മുസ്ലിം ലീഗ് പാർട്ടി എൻ്റെ അടുത്ത് നേതാക്കന്മാരൊക്കെ പറഞ്ഞു, അത് ഇതിനൊരു തടസ്സമാകില്ല, നിനക്ക് കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് പകർന്നു തന്നു. അങ്ങനെ അത് മുന്നോട്ട് പോയതാണ്. അതിനിടയിൽ നമ്മുടെ പ്രളയം, 2 തവണത്തെ കോവിഡൊക്കെ വന്നുപോയി. ആ സമയത്തൊക്കെ പഞ്ചായത്തിലും നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. ആ ഡ്രീമിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഉള്ളിലുള്ള ഒരു ചലഞ്ച് കൂടിയായിരുന്നു. അത് ഏറ്റെടുത്തുകൊണ്ടാണ് ചിദംബരത്തേക്കുള്ള യാത്രകളൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാലും എല്ലാം കഴിയും എന്ന് ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസിൽ മലപ്പുറം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിലെ മുസ്ലിം വനിതകളുടെ രാഷ്ട്രീയ ശാക്തീകരണം എന്ന വിഷയത്തിലാണ് ഞാൻ ഗവേഷണം നടത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നേരിട്ട് പോവുകയും അവിടുത്തെ വനിതാ ജനപ്രതിനിധികളുമായിട്ട് അവരുടെ ആശയവിനിമയം നടത്തി വിവരശേഖരണം നടത്തുകയാണ് ഉണ്ടായത്. അവിടെ എല്ലാ രീതിയിലും ആളുകൾ എന്നോട് സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ കുടുംബം, എൻ്റെ കൂടെയുള്ള മറ്റ് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ, എൻ്റെ പഞ്ചായത്തിലെ തന്നെ മെമ്പർമാർ, എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച അവിടെ വെച്ച് ഓപ്പൺ ഡിഫൻസ്, അതിനുശേഷം PhD അവാർഡ് ചെയ്യുക കൂടി ചെയ്തത്. മാർച്ച് 27 വ്യാഴാഴ്ച തമിഴ്നാട് ചിദംബരത്ത് അണ്ണാമലൈ സർവകലാശാലയിൽ നിന്ന് PhD ഏറ്റുവാങ്ങി. 2018 ഡിസംബറിലാണ് PhDക്ക് പ്രവേശനം നേടിയത്. 2020 പഞ്ചായത്ത് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രവേശനം നേടിയതിനു ശേഷം വന്ന പ്രളയവും കോവിഡും എല്ലാം പ്രതിസന്ധിയായിട്ടും ലക്ഷ്യം കൈവിട്ടില്ല. കൊമേഴ്സിലും പൊളിറ്റിക്കൽ സയൻസിലും ബിരുദാനന്തര ബിരുദമുള്ള വഹീദ അഡൾട്ട് എഡ്യൂക്കേഷണൽ PG ഡിപ്ലോമയും നേടിയിട്ടുണ്ട്. നേരത്തെ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വനിതാ ലീഗ്, മലപ്പുറം ജില്ലാ ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. ഈ ചാനൽ പുത്തനത്താണി. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 0494
2084 010 7034 07 1111.